ഹായ് everybody, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഡാറ്റ അനാലിസിസ് ചെയ്ത് എങ്ങനെ FIIൻ്റെ പൊസിഷൻസും കാൽക്കുലേറ്റ് ചെയ്യുക, ഇനി അവരുദ്ദേശിക്കുന്ന ആ ഒരു ട്രെൻഡ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡാറ്റ അനാലിസിസ് വെച്ച് തന്നെ നമ്മൾ പ്രീവിയസ്ലി 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. OA റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. സോ OA എക്സലിലേക്ക് പുൾ ചെയ്ത് എങ്ങനെ OA കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ആക്യുറസി കൂട്ടാം എന്നൊരു വീഡിയോ ആയിരുന്നു അത്. സോ ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യുമ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു വീഡിയോ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മെത്തേഡിൽ നമ്മൾ പറയുന്നത് റോൾ ഓവർ ഡാറ്റ മെത്തേഡ് എന്നാണ്. സോ റോൾ ഓവർ ഡാറ്റ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് FIIയുടെ ഒരു പൊസിഷൻസ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു മാർക്കറ്റ് ട്രെൻഡ് ഏത് സൈഡിലേക്കാണ്, അപ്പ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണോ സൈഡ് വൈസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ഷിഫ്റ്റിംഗ്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ ഈ ഒരു ഡാറ്റയിൽ നമ്മൾ ആക്ച്വലി ഓരോ ഇൻഡെക്സിന് വേണ്ടി സെപ്പറേറ്റ് ഡാറ്റയല്ല, മറിച്ച് എല്ലാ ഇൻഡെക്സിനും കൂട്ടി, അതായത് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഇൻഡെക്സിനും കൂട്ടിയുള്ള ഒരു സിംഗിൾ ഡാറ്റയാണ്. സോ അതിനകത്തുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, അതേപോലെ തന്നെ ഫിനാൻസ് നിഫ്റ്റി, ഇത് ഈ ഒരു ഇൻഡെക്സുകളാണ് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ആ ഒരു 4 ഇൻഡെക്സിനെയും കൂട്ടി ഒരുമിച്ചുള്ള ഒരു കമ്പയർ ഡാറ്റ ആയിരിക്കും ആ ഒരു നമ്മൾ ഇന്ന് നോക്കുന്ന ആ ഒരു ഡാറ്റാസ്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിഫ്റ്റിയുടെ മാത്രമാണ്, ബാങ്ക് നിഫ്റ്റിയുടെ മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റയിൽ പോസിറ്റീവ് വാല്യൂസ് വരുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആയിരിക്കുമെന്നും, ഈ ഒരു ഡാറ്റയിൽ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ്സ് അതേപോലെ സൈമിൾട്ടേനിയസ്ലി മാറി മാറി വരികയാണെങ്കിൽ ഇതൊരു സൈഡ് വൈസ് ട്രെൻഡ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു അസംഷൻ. ഓക്കെ, സോ നമുക്ക് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ പോവാം. സോ NSEയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. സോ ആ ഒരു മാർക്കറ്റ് ഡാറ്റയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഗെറ്റ് മാർക്കറ്റ് ഡാറ്റയിൽ ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സബ് ടൈറ്റിൽ കാണും. സോ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സ്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സൈഡിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സോ അതിനകത്ത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബൈ ഡിഫോൾട്ടിൽ സെലക്ട് ആയി വരും. സോ ആ ഒരു ഇതിനകത്താണ് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്. സോ അതിനകത്ത് ഡെയിലി കറണ്ട് ഡേയുടെയും പ്രീവിയസ് ഡേയുടെയും ഡാറ്റ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. സോ ആ ഒരു ഡാറ്റ നിങ്ങൾ സെലക്ട് ചെയ്യണം. സോ ഇന്നിപ്പോൾ ഡേറ്റ് മെയ് 22 സോ ഇന്നത്തെ ഡാറ്റ എവറി ഡേ 7:38 ആ ഒരു ടൈമിലായിരിക്കും NSEയുടെ വെബ്സൈറ്റിൽ ഈ ഡാറ്റ പബ്ലിഷ് ആവുന്നത്. സോ നമുക്ക് തലേ ദിവസത്തെ 19 മെയ്യുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് ആ ഡാറ്റ എന്ന് പറയുന്നത് പാർട്ടിസിപ്പൻറ്റ് ബൈസ് OA ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റയാണ്. സോ പാർട്ടിസിപ്പൻറ്റ് വൈസ് OA ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിനകത്ത് ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഡാറ്റാസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നോക്കി പഠിക്കാവുന്നതാണ്. സോ നമുക്കിപ്പോൾ വേണ്ടത് പാർട്ടിസിപ്പൻറ്റ് ബൈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയാണ്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാറ്റ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ക്ലയൻറ്റ് എന്ന് കാണാം, DI കാണാം, FII കാണാം, പ്രോ കാണാം, അതേപോലെ ടോട്ടൽ എന്നുള്ള ഒരു ഹെഡിങ്സ് കാണാം. സോ അതേപോലെ തന്നെ ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ്, ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട്, അതേപോലെ ഫ്യൂച്ചേഴ്സ് സ്റ്റോക്ക് ലോങ്, അതേപോലെ ഫ്യൂച്ചർ സ്റ്റോക്ക് ഷോർട്ട്, അതേപോലെ ബാക്കിയെല്ലാം ഓപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡാറ്റാസാണ്. സോ നമുക്ക് ഈ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ആവശ്യമില്ല, അതിന് പകരം നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പോർഷനാണ്, ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ്, ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട്, അതുപോലെ തന്നെ അത് ക്ലയൻറ്റിൻ്റെ DI, FII, പ്രോ. സോ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും നമ്മൾ തൽക്കാലത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് എക്സൽ അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ ഈ ഡാറ്റയെ നിങ്ങൾക്ക്
സ്റ്റഡി ചെയ്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാവുന്നതാണ്. സോ നമുക്ക് വേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് എൻ്റെ ലിമിറ്റഡ് നോളേജിൽ. ഓക്കെ, സോ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സാണ് ക്ലയൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. DII എന്ന് പറയുന്നത് ഇൻ ഹൗസിലുള്ള വലിയ വലിയ ഫണ്ട് ഗ്രൂപ്പ്സാണ്. അതുപോലെ FII എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള വലിയ വലിയ ഫണ്ട് ഗ്രൂപ്പ്സ്. അതേപോലെ PRO എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർഷിപ്പിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന വലിയ വലിയ ഫണ്ട്സാണ്. ബ്രോക്കർ ഹൗസ് ആവാം, അല്ലെങ്കിൽ രാകേഷ് ജുൻജുവാല, അതേപോലെയുള്ള വലിയ വലിയ ഫ്രെയിംസ് ആയിരിക്കും. പ്രൊപ്പറേറ്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന വലിയ വലിയ ഫ്രെയിംസാണ് പ്രോയിൽ വരുന്നത്. ഓക്കെ, സോ നമുക്കറിയാം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എപ്പോഴും നിശ്ചയിക്കപ്പെടുന്നത് ഒരു ബിഗ് മണിയാണ്. സോ ബിഗ് മണി എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് FII ആണ്. സോ അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഡാറ്റ കോപ്പി ചെയ്യുക. ഞാൻ ഫുള്ളായിട്ട് കോപ്പി ചെയ്യാണ്. നമുക്ക് ഈ ടോട്ടൽ വേണ്ട, ടോട്ടൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഡെയിലി ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഒരു എക്സൽ ഷീറ്റ്, നിങ്ങൾ ബ്ലാങ്ക് എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഡെയിലി ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് ഈ ഒരു ഡാറ്റ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് എക്സലിൽ കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ അറിയാൻ പാടാത്തവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇത് നമ്മൾ കോപ്പി ചെയ്തു. ദെൻ ഞാൻ ചെയ്യുന്ന ഒരു എക്സൽ ഷീറ്റ് ആണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. സോ ഇത് ഓൾറെഡി എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു എക്സൽ ഷീറ്റാണ്. അതുകൊണ്ടാണ് ഇത്ര ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ഡാറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നാണ്. ഒരു സെക്കൻഡ്, കോപ്പി പേസ്റ്റ്. ഇതിനെങ്കിൽ നമ്മൾ ആ ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ് നമ്മൾ കൊടുത്തു. നമ്മുടെ ഈ സെക്കൻഡ് കോളം എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ഡിവൈഡഡ് ബൈ പുട്ട്, ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ് ഡിവൈഡഡ് ബൈ പുട്ട് എന്നുള്ളതാണ്. അതുപോലെ തേർഡ് കോളം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ് ഡിവൈഡഡ് ബൈ ഷോർട്ട് എന്നൊരു വാല്യൂ ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കേണ്ടത് FIIയുടെ ഡാറ്റയാണ്. സോ അതിനുവേണ്ടി നമ്മൾ ഈ ഷോർട്ടിങ് മാറ്റി FII മാത്രമായിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. സോ ഈ ഒരു കാര്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് കോളത്തിൽ സെലക്ട് ചെയ്യുക. ദെൻ അഗൈൻ ഇവിടെ ഷോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫിൽറ്റർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഇതേപോലെ FIIയുടെ ഡാറ്റാസ് കിട്ടും. സോ ഇത് ഓൾറെഡി ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് എൻ്റെ കയ്യിൽ ഇത്രയും ഡാറ്റ ഉള്ളത്. സോ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രൈസും OI തമ്മിലുള്ള ഒരു റിലേഷനാണ്. സോ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് പ്രൈസ് ബുള്ളിഷ് ആയിരിക്കുമ്പോൾ OI ബുള്ളിഷ് ആണെങ്കിൽ അതൊരു നല്ല സ്ട്രെങ്ത് ആയിട്ട് കണ്ട് മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകും എന്ന് നമ്മൾ പറയും. ഇനിയും പ്രൈസ് താഴേക്ക് പോകുമ്പോൾ, അതായത് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വീക്ക്നെസ് ആണ് കാണിക്കണമെങ്കിൽ ആ ഡൗൺ ട്രെൻഡ് അതൊരു ഡൗൺ ട്രെൻഡായിട്ട് കണക്കാക്കി ആ ഡൗൺ ട്രെൻഡ് കുറച്ച് സ്ട്രെങ്ത് ഉള്ളതായിട്ട് നമ്മൾ പറയും. ഇനി പ്രൈസ് എപ്പോഴെങ്കിലും മുകളിലേക്ക് പോകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മുകളിലേക്ക് പോകുന്ന ആ ഒരു അപ് ട്രെൻഡ് അതിന് അത്ര സ്ട്രെങ്ത് ഇല്ലെന്ന്, ഉടനെ തന്നെ ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റഡ് ആണ് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ഒരു പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് മുകളിലേക്ക് പോവുകയാണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡൗൺ ട്രെൻഡ് വീക്ക്നെസ് ആണ്. ആ ഒരു ഡൗൺ ട്രെൻഡ് മാറി അധികം വൈകാതെ റിവേഴ്സലായിട്ട് അപ് ട്രെൻഡ് വരും എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. സോ ഈ ഒരു കൺസെപ്റ്റിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ഇനിയുള്ള ഡാറ്റ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നത്. സോ നിഫ്റ്റിയായിട്ട് നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാം. സോ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2022 തുടങ്ങി ഒരു മാർക്കറ്റിൽ ഒരു നല്ലൊരു ബുൾ റൺ കണ്ടു തുടങ്ങും. സോ അത് നിയർലി ഓൾ ടൈം ഹൈഡ് അടുത്താണ് ആ ഒരു മാർക്കറ്റ് എൻഡ് ചെയ്തത്. സോ അവിടുന്ന് അഗെയിൻ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാറ്. സോ നമുക്ക് ഡാറ്റയിൽ എന്താ സംഭവിച്ചതെന്ന് ആ ഒരു നോക്കാം. സോ ഡാറ്റയിൽ പറയുകയാണെങ്കിൽ ഇത് നവംബർ മാസത്തിലെ ഡാറ്റയാണ്. സോ ഡാറ്റ നവംബർ 1-ാം തീയതി നോക്കുകയാണെങ്കിൽ 1.92 ആണ്. ആൻഡ് ഡാറ്റ നവംബർ മാസം ലാസ്റ്റ് 30-ാം തീയതി നോക്കുകയാണെങ്കിൽ 3.08 സോ 1.82 നേരെ 3.8ലേക്ക് 08ലേക്കാണ് ആ ഒരു PCI ഡാറ്റ എൻഡ് ചെയ്തത്. സോ നമ്മൾ ഈ ഒരു PCI ഡാറ്റ പറയുകയാണെങ്കിൽ 1-ന് എബോവ് ആണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിരിക്കുന്നു. അതല്ല 0.7-ന് താഴെയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആയിരിക്കുമെന്നും, അതുപോലെ 0.7-നും 1-ന് ഇടയിലാണ് മാർക്കറ്റ് ആ ഒരു വാല്യൂ തരുന്നതെങ്കിൽ അതൊരു സൈഡ് വേസ് ആയിരിക്കും എന്നാണ് നമ്മളൊരു അസംഷൻ. സോ ആ ഒരു ഡാറ്റ അനുസരിച്ച് ഈ ഇവിടെ നിന്ന് 1.8 ആയിരുന്നു, ഇവിടെ എൻഡ് ചെയ്തപ്പോൾ
02 എൻഡ് ചെയ്തത്. സോ ആ ഒരു ബുള്ളിഷ് നമുക്ക് ഇവിടെ കിട്ടി. സോ അഗെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2-ാം തീയതി, അതായത് ഇത് ഡിസംബർ 1 സോ ഇവിടുന്ന് 2-ാം തീയതി ഡാറ്റ നോക്കുകയാണെങ്കിൽ 1-ാം തീയതി ഡിസംബറിൽ 3.02 ആയിരുന്നു. 2-ാം തീയതി ഡിസംബറിൽ 1.92 ആയി, അത് കുറഞ്ഞു. സോ ഒറ്റയടിക്ക് ഒരു വാല്യൂ ഒരുപാട് കുറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. സോ അപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ട്രെൻഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു 1.92 എന്ന് എല്ലാ ദിവസവും വരുന്ന എല്ലാ ദിവസവും 3-ാം തീയതി 4-ാം തീയതി എല്ലാ ദിവസങ്ങളിലും പതിയെ ആ ഒരു ഡാറ്റയിൽ വാല്യൂസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു 1-ന് താഴെ വരാത്തത് കൊണ്ട് തന്നെ അപ്പോഴും നെഗറ്റീവ് ട്രെൻഡാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ട്രെൻഡിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ പിന്നീട് നമുക്ക് 1-ന് താഴെ ഒരു ഡാറ്റ കിട്ടുന്നത് 20-ാം തീയതിയാണ്, 20-ാം തീയതി ഡിസംബർ. സോ 20-ാം തീയതി ഈ ഒരു ക്യാൻഡിലാണ് 20-ാം തീയതി. സോ നമുക്ക് കാണാം ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ആൻഡ് ഈ ഒരു ക്യാൻഡിലാണ് 20-ാം തീയതിയിലത്തെ ക്യാൻഡിൽ. സോ ഈ ഒരു ക്യാൻഡിലാണ് ആദ്യമായിട്ട് പിന്നീട് നമുക്ക് 1-ന് താഴെ ഒരു വാല്യൂ കിട്ടുന്നത്. സോ അടുത്തൊരു ദിവസം തന്നെ നമുക്ക് കാണാം നല്ലൊരു ബെയറിഷായിട്ടുള്ളൊരു ഫുൾ ബെയറിഷായിട്ടുള്ളൊരു ക്യാൻഡിലുണ്ട്. തന്നെ അവിടെ നിന്ന് മാർക്കറ്റ് കുറച്ച് റിവേഴ്സ് ചെയ്യുകയായിരുന്നു. സോ ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയി. സോ ഈ ഒരു ഡാറ്റ അനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമെന്നും അതിന് ഈ ഒരു ക്യാൻഡിലും. സോ ആ ഒരു പ്രൈസും ആ ഒരു ഡാറ്റയെ നമ്മൾ കമ്പയർ ചെയ്ത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി നമുക്ക് ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടായിരിക്കും എന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. സോ പിന്നീട് നമ്മൾ 20-ാം തീയതിക്ക് അപ്പുറം ഡാറ്റയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും തന്നെ 1-ന് എബോവ് ആ ഒരു ഡാറ്റ വന്നിട്ടില്ല. സോ ഒരു സിംഗിൾ ഒരു ദിവസം മാത്രമാണ് ആ ഒരു ഡാറ്റ 1.02 എത്തിയത്. ബട്ട് കമ്മിങ് ആ ഒരു അടുത്ത ദിവസങ്ങളിലെല്ലാം വീണ്ടും 0.7 അടുത്തേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. സോ ഇവിടെ 2-3 ദിവസം, അതായത് ജനുവരി 18-ാം തീയതി തുടങ്ങി ഏതാണ്ട് ജനുവരി 24-ാം തീയതിയുടെ അടുത്ത് ഈ ഒരു ചെറിയ മൂവ്മെൻറ്റിൽ സോ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കിട്ടി. സോ ഈ ഒരു ചെറിയ മൂവ്മെൻറ്റിൽ കുറച്ച് PCR കൂടിയിട്ടുണ്ടെങ്കിലും വീണ്ടും ആ ഒരു ഡാറ്റ സിഗ്നിഫിക്കൻ്റ്ലി അത് കുറയുകയാണ് ചെയ്തത്. സോ പിന്നീട് നമുക്കാണെങ്കിൽ ഇവിടെ ഫുള്ള് റെഡിഷനാണ്, 0.7 ഒരുപാട് താഴേക്ക് മാർക്കറ്റ് ആ ഒരു ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. സോ അതേപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം ഇവിടുന്ന് വളരെ വേഗത്തിൽ ആ ഒരു ഫോൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. സോ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുന്നത് പ്രൈസിന്? ഡാറ്റ മാത്രം നോക്കി ട്രേഡ് എടുക്കുകയല്ല, ഡാറ്റയും പ്രൈസ് ആക്ഷനും അങ്ങനെ ഓരോ പ്രൈസും കമ്പയർ ചെയ്ത് നമ്മുടെ ആ ഒരു ആക്യുറസി കൂട്ടുക എന്നാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ ഉദ്ദേശിക്കുന്നത്. സോ കറൻ്റ്ലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മെയ് മാസം നോക്കുകയാണെങ്കിൽ മെയ് 2-ാം തീയതി തുടങ്ങി ഇപ്പോൾ 19-ാം തീയതി ഡാറ്റ വരെ നോക്കുകയാണെങ്കിൽ 1-നും 0.7-നും ഇടയിലാണ് ആ ഒരു ഡാറ്റ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. സോ ആ ഒരു ടൈമിലെല്ലാം മാർക്കറ്റ് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ റേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഇനിയും ഈ ഒരു ഡാറ്റ ഈ ഒരു ബ്രേക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ, ഇനി ഒരു ക്യാൻഡിൽ മുകളിലേക്ക് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ 1-നും എബോവ് ഡാറ്റ വരികയും ആ ഒരു ഡാറ്റ 1 എബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യും എന്ന് നമുക്ക് പറയാം. സോ പിന്നീട് നിങ്ങൾ എടുക്കുന്ന ട്രേഡെല്ലാം ഒരു അപ്പ് ട്രെൻഡിലേക്ക് എന്ന രീതിയിൽ ബൈയോ ഡിപ്സ് അല്ലെങ്കിൽ ഒരു ബൈയും പൊസിഷൻ നോക്കുക. അതല്ല ഈ ഒരു റേഞ്ച് താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെ 0.7 താഴെ ഒരു വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഷോർട്ടിങ് ആയിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഓൾവേസ് പ്രൈസും ഡേറ്റയും കമ്പയർ ചെയ്ത് ചെയ്യുക. സോ ഈ ഒരു ഡേറ്റയിൽ കൂടി നമുക്കിങ്ങനെയാണ് പ്രൈസ് ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ കാണിക്കുന്ന മൂവ്മെൻറ്റ് അത് കറക്റ്റാണോ അതോ ഫേക്കാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ ഇതേപോലത്തെ ഡാറ്റ അനാലിസിസ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.